ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഋതം വിത്ത് മേഘ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അതുപോലെ ഇന്നും ചിയാസിലിട്ട വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അപ്പവും ബീഫ് കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഡ്രൈവിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ്സിന് പോവുകയാണേ. അപ്പോൾ ഇനി ഹെയറും കൂടെ ഒക്കെ കെട്ടണം, പിന്നെ നമുക്ക് സൺസ്ക്രീനും കൂടെ ഒന്ന് ഇടണം. റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. അതാണ്ട് ഇത് കയ്യിലും ഇതിൻ്റെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട്. ജോർജറ്റ് മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ടും. ഒരു ഫുൾ ഫോട്ടോ കൊടുത്തിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലിങ്ക് വേണമെങ്കിലും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തിരിക്കും. നമുക്കൊരു ചരടുകെട്ടുണ്ട് കേട്ടോ, മാമൻ്റെ കുട്ടീൻ്റെ ചരടുകെട്ടാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമുക്ക് റെഡി ആവാം. യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു ഫൗണ്ടേഷനാണേ. അപ്പം മുഖത്തൊക്കെ ചെറിയൊരു കുരുക്കൾ ഇങ്ങനെ പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫോണിൻ്റെ ക്യാമറയിൽ നോക്കി ചെയ്യുമ്പോൾ ഒരു ക്ലിയർനെസ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ മിററിൽ പോയി നോക്കിയിട്ട് കാണിക്കാം. ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു ഷെയ്ഡാണ്, കാരണം നമ്മളിത് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് നല്ല കവറേജ് തരും, അതുപോലെ ഒരുപാട് നേരം ലാസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു വെയിലത്തൊക്കെ പോയാലും പെട്ടെന്ന് ഇങ്ങനെ ഇത് വിയർത്തൊന്നും പോവില്ല, അത്രയ്ക്കും നല്ല കവറേജ് ആയിട്ട് നിൽക്കും. എൻ്റെ സ്കിൻ ടോണിന് നല്ല മാച്ചിങ് ആണ് ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത്. ഞാൻ സാധാരണ ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐബ്രോ ഫില്ലറാണ്. ഈ ഒരു ഐബ്രോ ഫില്ലർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഡാസ്ലറിൻ്റെ ആണ്. ഇതിൻ്റെ ബേക്കിൽ ഒരു സ്പൂലി ബ്രഷ് വരുന്നുണ്ട്, ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാണ്. സാധാരണ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഒക്കെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്താൽ ഭയങ്കര ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല. നമ്മുടെ ഒരു ഫേസിന് നല്ല മാച്ചായിട്ട് അങ്ങോട്ട് പൊയ്ക്കോളൂ. ഇത് സെപ്പറേറ്റ് മേടിക്കുമ്പോഴേ നല്ല പൈസയാണ്, പക്ഷേ ഇത് നല്ല അഫോർഡബിൾ ആണ്. ക്യാമറ നോക്കിയിട്ട് കണ്ണെഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മിററിലൊക്കെ നോക്കി ഇതേ കണ്ണൊക്കെ എഴുതി ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാസ്കാറിൻ്റെ മസ്കാരയും അതേ ഐലൈനറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മസ്കാര ഐലൈനറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിയുടെ ഫ്രൂട്ട് പഞ്ച് 04 എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലാണ് ലിപ് ലൈനർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് മേടിക്കാനായിട്ട് ഷോപ്പിൽ പോയാലും എനിക്ക് ഒന്നുകിൽ എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നതിനെക്കാട്ടിലും മിക്കപ്പോഴും കൂടുതലായിട്ടുള്ള ഷെയ്ഡ്സ്, അതായത് ഭയങ്കര ബൾജ് ചെയ്തിങ്ങനെ കാണിക്കുന്ന രീതിയിൽ ഷെയ്ഡ്സാണ് കിട്ടാറുള്ളത്. ദെൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡ് കിട്ടിയത്. ഞാൻ ഒരുപാട് തിരഞ്ഞിട്ടാണ് കിട്ടിയത് തന്നെ. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് DL-C025 എന്ന് പറയുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും, ഈ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടെ ആകുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ഒരുപാട് നോക്കി നടന്നിട്ട് കിട്ടിയ ഒരു ഷെയ്ഡാണിത് കേട്ടോ. ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെത്. അത്യാവശ്യം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡൊക്കെ പോലെ വരും കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ഷെയ്ഡ് തന്നെയാണ്, എല്ലാ ടോണിനും ചേരും. പൊട്ടൊക്കെ തൊട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ കൂടെ സെറ്റ് ചെയ്യാമേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹെയർ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതിന് കല്ലൊക്കെ എടുത്ത് എറിയുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് മേടിച്ച ഡ്രസ്സ്. നല്ല ഡ്രസ്സാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷേ പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇച്ചിരി കട്ടി കുറവുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഞങ്ങളപ്പോൾ അവിടെ എത്തി. കുട്ടീൻ്റെ നൂലുകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അമ്മയും കുട്ടീൻ്റെ അമ്മയും അമ്മമ്മയും കൂടെ ചരടൊക്കെ കെട്ടി. പിന്നെ എല്ലാവരും കൊടുക്കാനുള്ള സ്വർണ്ണമൊക്കെ കൊടുത്തു, ഡ്രസ്സൊക്കെ കൊടുത്തു. അതിനുശേഷം ഇതിപ്പോൾ പേര് റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. പേര് റിവീലിംഗ് ഒക്കെ ഞാനിപ്പോൾ ഒരു ലൈവായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഫോണിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. റിവ്യൂനൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കുഞ്ഞിൻ്റെ പേര് പ്രകൃതി നന്ദു എന്നാണ്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.